കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തിന് തിരിതെളിഞ്ഞിരിക്കുകയാണ്. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ UDF മന്ത്രിസഭ കേരളത്തിന്റെ ഭരണം ഏറ്റെടുത്തു കഴിഞ്ഞു. പരിചയസമ്പന്നരായ മുതിർന്ന നേതാക്കളും മാറ്റത്തിനായി കൊതിക്കുന്ന യുവനിരയും ഒത്തുചേരുന്ന ഒരു ശക്തമായ ടീമാണിത്. ഈ പുതിയ മന്ത്രിസഭയിലെ 21 മന്ത്രിമാർ ആരെല്ലാമാണെന്നും അവർ പ്രതിനിധീകരിക്കുന്ന മണ്ഡലങ്ങളും അവരുടെ വകുപ്പുകളും എന്തെല്ലാമാണെന്നും നമുക്ക് വിശദമായി നോക്കാം. മന്ത്രിസഭയെ മുന്നിൽ നിന്ന് നയിക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ. എറണാകുളത്തെ പറവൂർ മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായ 6ാം തവണയാണ് അദ്ദേഹം സഭയിലെത്തുന്നത്. നിയമത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള അദ്ദേഹം പൊതുഭരണം, ആഭ്യന്തരം, IT തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല ആലപ്പുഴയിലെ ഹരിപ്പാട് മണ്ഡലത്തിൽ നിന്നാണ് വൻ ജനവിധി നേടിയെത്തിയത്. മുൻപ് ആഭ്യന്തരമന്ത്രിയായി തിളങ്ങിയ ചെന്നിത്തലയ്ക്ക് ഇത്തവണ സംസ്ഥാനത്തിന്റെ ഖജനാവ് നിയന്ത്രിക്കുന്ന ധനകാര്യ വകുപ്പാണ് നൽകിയിരിക്കുന്നത്. UDFിലെ പ്രബല കക്ഷിയായ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞൻ PK കുഞ്ഞാലിക്കുട്ടി ഇത്തവണ ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. മലപ്പുറത്തെ വേങ്ങരയിൽ നിന്നും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച അദ്ദേഹം വ്യവസായം, വാണിജ്യം വകുപ്പുകൾ നയിക്കും. കടുത്ത മത്സരത്തിനൊടുവിൽ കോഴിക്കോട് നോർത്ത് മണ്ഡലം തിരിച്ചുപിടിച്ചാണ് കോൺഗ്രസിന്റെ കരുത്തുറ്റ പോരാളി K മുരളീധരൻ മന്ത്രിസഭയിലെത്തിയത്. സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം നിർണ്ണയിക്കുന്ന പൊതുമരാമത്ത്, ടൂറിസം വകുപ്പുകളാണ് അദ്ദേഹത്തിന്റെ ചുമതല. KPCC പ്രസിഡന്റ് പദവിക്കൊപ്പം മന്ത്രിസഭയിലും നിർണായക സ്വാധീനമായി മാറുകയാണ് സണ്ണി ജോസഫ്. BA ബിരുദധാരിയായ അദ്ദേഹം മലയോര മേഖലയിലെ ജനങ്ങളുടെ വിശ്വസ്തനായ നേതാവാണ്. സംസ്ഥാനത്തിന്റെ വികസന കുതിപ്പിന് ഏറ്റവും ആവശ്യമായ വൈദ്യുതി വകുപ്പും പരിസ്ഥിതി സംരക്ഷണം മുൻനിർത്തിയുള്ള പരിസ്ഥിതി വകുപ്പും സഭയുടെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ പാർലമെന്ററി കാര്യവകുപ്പും സണ്ണി ജോസഫിന്റെ കൈകളിൽ ഭദ്രമായിരിക്കും. യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റായ PC വിഷ്ണുനാഥ് BA LAB ബിരുദങ്ങളുള്ള മികച്ചൊരു വക്കീൽ കൂടിയാണ്. യുവാക്കളുടെയും സാംസ്കാരിക കേരളത്തിന്റെയും പ്രിയപ്പെട്ട നേതാവായ വിഷ്ണുനാഥ് കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ആഗോളതലത്തിൽ പുത്തൻ ഉണർവ് നൽകാൻ പാകത്തിലുള്ള ടൂറിസം വകുപ്പുമൊപ്പം സാംസ്കാരിക രംഗങ്ങളെ ഉത്തേജിപ്പിക്കുന്ന സാംസ്കാരിക വകുപ്പുമാണ് ഇത്തവണ കൈകാര്യം ചെയ്യുന്നത്. യുവനേതാക്കളിൽ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാളാണ് BA LLM ബിരുദാനന്തര ബിരുദധാരിയായ റോജി M ജോൺ. ഡൽഹി JNU രാഷ്ട്രീയത്തിലൂടെ ഉയർന്നു വന്ന അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിലുള്ള മികച്ച കാഴ്ചപ്പാടുള്ള നേതാവാണ്. കേരളത്തിലെ ക്യാമ്പസുകളെയും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയും ലോക നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ഉന്നത വിദ്യാഭ്യാസം ഒപ്പം യുവജനങ്ങളിൽ അച്ചടക്കവും ദേശസ്നേഹവും വളർത്തുന്ന NCC എന്നീ വകുപ്പുകളുടെ ചുമതലയാണ് റോജി M ജോൺ ഏറ്റെടുത്തിരിക്കുന്നത്. കോൺഗ്രസിന്റെ ശക്തിയായ വനിതാ നേതാവും അഭിഭാഷകയുമായ ബിന്ദു കൃഷ്ണ ഇത്തവണ കൊല്ലം മണ്ഡലത്തിൽ നിന്നാണ് ഉജ്ജ്വല വിജയം നേടിയത്. മന്ത്രിസഭയിലെ വനിതാ സാന്നിധ്യമായ അവർക്ക് സാംസ്കാരികം, വനിതാ ശിശു വികസന വകുപ്പുകളാണ് നൽകിയിരിക്കുന്നത്. യുവനേതാക്കളിൽ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാളാണ് BA LLM ബിരുദാനന്തര ബിരുദധാരിയായ റോജി M ജോൺ. ഡൽഹി JNU രാഷ്ട്രീയത്തിലൂടെ ഉയർന്നു വന്ന അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിലുള്ള മികച്ച കാഴ്ചപ്പാടുള്ള നേതാവാണ്. കേരളത്തിലെ ക്യാമ്പസുകളെയും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയും ലോക നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ഉന്നത വിദ്യാഭ്യാസം ഒപ്പം യുവജനങ്ങളിൽ അച്ചടക്കവും ദേശസ്നേഹവും വളർത്തുന്ന NCC എന്നീ വകുപ്പുകളുടെ ചുമതലയാണ് റോജി M ജോൺ ഏറ്റെടുത്തിരിക്കുന്നത്. മലബാറിൽ നിന്നുള്ള കോൺഗ്രസിന്റെ ശക്തനായ ജനകീയ മുഖമാണ് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യതയുള്ള T സിദ്ദിഖ്. കർഷകരുടെ പ്രശ്നങ്ങളിൽ എപ്പോഴും സജീവമായി ഇടപെടുന്ന സിദ്ദിഖ് കേരളത്തിലെ കർഷക സമൂഹത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന കൃഷി വകുപ്പും കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണത്തിനും വിപണനത്തിനും ആവശ്യമായ വെയർഹൌസിംഗ് വകുപ്പുമാണ് കൈകാര്യം ചെയ്യുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ വിശ്വസ്തനായ പ്രതിനിധിയായാണ് മോൻസ് ജോസഫ് മന്ത്രിസഭയിലെത്തിയത്. കോട്ടയത്തെ കടുത്തുരുത്തി മണ്ഡലത്തിൽ നിന്നും വിജയിച്ച അദ്ദേഹം ഇത്തവണ ജലവിഭവ വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റു. RSP നേതാവും BCom ബിരുദധാരിയുമായ ഷിബു ബേബി ജോൺ തന്റെ വികസന കാഴ്ചപ്പാടുകളിലൂടെ എടുത്തു പറയേണ്ട പ്രൊഫഷണൽ ശൈലിയുള്ള നേതാവാണ്. മുൻപ് തൊഴിൽ മന്ത്രി എന്ന നിലയിൽ തിളങ്ങിയ അദ്ദേഹം ഇത്തവണ പ്രകൃതി സംരക്ഷണത്തിലും കാടുകളുടെ പരിപാലനത്തിനുമായി വനം, വന്യജീവി സംരക്ഷണ വകുപ്പും ഒപ്പം കേരളത്തിലെ പുതിയ തലമുറയ്ക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള തൊഴിൽ സാധ്യതകൾ ഉറപ്പാക്കാൻ ആവശ്യമായ നൈപുണ്യ വികസന വകുപ്പും നയിക്കും. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന്റെ നേതാവായ അനൂപ് ജേക്കബ് എറണാകുളത്തെ പിറവം മണ്ഡലത്തിൽ നിന്നാണ് വീണ്ടും വിജയിച്ചത്.
മുൻപ് UDF സർക്കാരിന്റെ കാലത്ത് വിലക്കയറ്റം നിയന്ത്രിച്ച് മികച്ച റെക്കോർഡിട്ട അദ്ദേഹത്തിന് ഇത്തവണയും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. CMP നേതാവും സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് മുൻ അംഗവുമായ CP ജോൺ MA ബിരുദധാരിയാണ്. മികച്ചൊരു സാമ്പത്തിക ആസൂത്രണ വിദഗ്ധനായ അദ്ദേഹത്തിന്റെ സാന്നിധ്യം മന്ത്രിസഭയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും യാത്രാ സൗകര്യങ്ങളിലും വലിയ പങ്കുവഹിക്കുന്ന ഗതാഗത വകുപ്പിന്റെ ചുമതലയോടെയാകും അദ്ദേഹം പ്രവർത്തിക്കുക. മുസ്ലിം ലീഗിന്റെ മികച്ച വാഗ്മിയും ജനകീയ നേതാവുമായ KM ഷാജി MA B.Ed ബിരുദങ്ങളുള്ള ഉയർന്ന വിദ്യാഭ്യാസ പശ്ചാത്തലമുള്ള മന്ത്രിയാണ്. താഴെത്തട്ടിലുള്ള ഗ്രാമങ്ങളുടെയും നഗരങ്ങളുടെയും വികസനം ലക്ഷ്യമിട്ട് പ്രാദേശിക വികസനത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന തദ്ദേശ സ്വയംഭരണം, പഞ്ചായത്ത്, നഗരസഭ വകുപ്പാണ് അദ്ദേഹം നയിക്കുന്നത്. നിയമസഭയിലെ മികച്ച പാർലമെന്റേറിയനായ മുസ്ലിം ലീഗിന്റെ N ഷംസുദ്ദീൻ പാലക്കാട്ടെ മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്നാണ് ഹാട്രിക് വിജയവുമായി എത്തിയത്. നിയമ ബിരുദധാരിയായ അദ്ദേഹം കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ രംഗം നിയന്ത്രിക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റു. ഏഴനാടിന്റെ ജനപ്രിയ നേതാവായ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യതയുള്ള PK ബഷീർ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്ന മന്ത്രിയാണ്. കേരളത്തിലെ റോഡുകളും പാലങ്ങളും സർക്കാർ കെട്ടിടങ്ങളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് പുത്തൻ ഉണർവും സുതാര്യതയും നൽകാൻ സുപ്രധാനമായ പൊതുമരാമത്ത് അഥവാ PWD വകുപ്പിന്റെ ചുമതലയാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ പുതിയ മുഖമായ VE അബ്ദുൽ ഗഫൂർ BA LAB ബിരുദങ്ങളുള്ള ഒരു അഭിഭാഷകൻ കൂടിയാണ്. തീരദേശ വികസനത്തിനും മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനുമായി ഫിഷറീസ്, തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പുകളും ഒപ്പം സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി സാമൂഹ്യനീതി വകുപ്പുമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റും വക്കീൽ കൂടിയായ M ലിജു മന്ത്രിസഭയിലെ ഊർജ്ജസ്വലനായ യുവനേതാവാണ്. BA LAB ബിരുദങ്ങളുള്ള അദ്ദേഹം സംസ്ഥാനത്തെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനുമുള്ള എക്സൈസ് വകുപ്പും സാധാരണക്കാർക്ക് താങ്ങാകുന്ന സഹകരണ പ്രസ്ഥാനങ്ങളെ നയിക്കാൻ സഹകരണ വകുപ്പും നോക്കി നടത്തും. കോൺഗ്രസിന്റെ താഴെത്തട്ടിൽ നിന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച K തുളസി BA LAB ബിരുദധാരിയായ നിയമവിദഗ്ധയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ഉയർച്ച ലക്ഷ്യമിട്ട് പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പുകളുടെ ചുമതലയോടെയാണ് അവർ ഈ മന്ത്രിസഭയിൽ പ്രവർത്തിക്കുന്നത്. മന്ത്രിസഭയിലെ മറ്റൊരു യുവജനകീയ മുഖമാണ് BCom ബിരുദധാരിയായ OJ ജനീഷ്. കേരളത്തിലെ കായിക രംഗത്തിന് പുതിയ ലോകോത്തര നിലവാരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പാകത്തിൽ കായികം, യുവജനക്ഷേമം വകുപ്പുകളും ഒപ്പം സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന പുരാവസ്തു വകുപ്പ്, ജനങ്ങളുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ വകുപ്പ് എന്നിവയുടെ ചുമതലയുമാണ് ജനീഷിന് നൽകിയിരിക്കുന്നത്. പരിചയസമ്പന്നതയും യുവത്വത്തിന്റെ ആവേശവും ഒത്തുചേരുന്ന ഈ പുതിയ ടീമിന് കീഴിൽ കേരളത്തിൽ വലിയ വികസന മുന്നേറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ പുതിയ മന്ത്രിസഭയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.